ഹലോ, അസ്സലാമു അലൈക്കും. വയനാട് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വാഴേൻ്റെ എണ്ണക്കാമ്പോണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. ആദ്യമൊക്കെ ഉപ്പ് ഉണ്ടാക്കുന്നതായിരുന്നു, ഇപ്പം കുറേ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയല്ല. അപ്പം നല്ല മൈസൂർ വാഴ വെട്ടി, അപ്പോൾ വിചാരിച്ചതിൻ്റെ എടുത്തിട്ട് ഉപ്പേരി വെക്കാൻ നിൽക്കുന്നത്. മുറിക്കുക ഭയങ്കര കറിയാണ്. മുട്ടി അതിൻ്റെ ഇതുണ്ടല്ലോ നൂല്, അത് മുറിച്ചതിൻ്റെ ശേഷം വലിക്കുക, വെല്ലം ഇങ്ങനെ മുറിച്ചെടുക്കുക. അപ്പം നമ്മളെല്ലാം മുറിച്ച് കഴിഞ്ഞ് പിന്നെ നൂല് ഇങ്ങനെ നൂലില്ല കേട്ടോ, അതും നല്ല ആയതുകൊണ്ട് പറഞ്ഞ പോലെ നൂലൊക്കെ അങ്ങനെ വലിച്ചെടുത്ത് അപ്പം ഞാൻ കുറച്ച് അരിഞ്ഞ് നോക്കി. അപ്പം അരിയുമ്പോൾ കുറച്ച് വലിയ കഷ്ണമായി. അപ്പം ഞാൻ വിചാരിച്ചത് അതിലിട്ടിട്ടൊന്ന് വലിച്ച് നോക്കി നമ്മൾ എന്താ ഇതിൻ്റെ ഇതൊക്കെ പുഴുക്കി വെച്ചത്. അപ്പോൾ ഞാനിനി ഇതിലിട്ടിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മളെ ഇത് റെഡിയാക്കിയിട്ട് ഞാൻ കരിഞ്ഞ് ഇതാക്കി വൃത്തിയായത്. കൈ എടുത്ത നാരൊക്കെ പോയി കണ്ടോ, അങ്ങനെ അങ്ങനെ ഇതായി. ഇനി ഇതിൽ നാരൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മളത് ഉപ്പേരിയാക്കാം. ഞാനിത് അതിലേക്കുള്ള ഉള്ളി, വെളുത്തുള്ളി, കാന്താരി, തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക നമ്മൾ. അപ്പം ഞാനിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ 2 സ്പൂൺ മതി, തേങ്ങയുള്ളതുകൊണ്ട്. മറ്റത് ചക്കക്കുരു മാങ്ങയും കറി വെച്ച് മുരിങ്ങക്കായും കൂടെ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇത് ഇവിടെ ഉണ്ടാക്കാം. ഉപ്പേരി വെക്കാനൊന്നുമില്ല, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വെച്ചു. ഇതുവരെ ചീര ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് പൊട്ടിക്കഴിഞ്ഞ് കരിവേപ്പില ഇട്ടെടുക്കുക. അതിൻ്റെ ഉള്ളിക്കാമ്പ് എന്നും പറയും. നിങ്ങളങ്ങോട്ടൊക്കെ എന്താ പറയുക അറിയില്ല. നിങ്ങൾ വാഴേൻ്റെ ഉള്ളിക്കാമ്പ് എന്ന് പറയും. പൊടി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ എല്ലാം കൂടെ ഒതുക്കിയെടുത്ത് ഇപ്പോൾ കരിവേപ്പിലിൻ്റെ സീസൺ അതിനെക്കൊണ്ട് ഇഷ്ടം പോലെ കരിവേപ്പില ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1/4 സ്പൂണ് നന്നായി ഇറക്കി കൊടുക്കാം. നല്ലതാണെന്നാ പറയുക, വയറിനും മൂത്രത്തിൽ കല്ലിനും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തിന്നണം. അപ്പോൾ ആർക്കും ഇതിനൊന്നും സമയമല്ല. പിന്നെ ഇപ്പം കുറേ ആളൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി എല്ലാവരും തിന്നൊന്നും പരീക്ഷിച്ച് നോക്കണുണ്ട്. ഈ മൂടി കിടന്ന് വേണ്ട. അപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കുക. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ തുറന്ന് ഇളക്കിയിട്ടാട്ടെ, നമ്മൾ കരിഞ്ഞു പോലെ. തീ അണക്കാൻ വയ്ക്കുന്നു.
വെന്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. നമ്മൾ കഴുകുമ്പോൾ ഈ വാഴപ്പിണ്ടി ഭയങ്കര വെള്ളം ഉണ്ടാവും നിൽക്കാമ്പിൽ. അപ്പോൾ അത് നമ്മളെ തോരൻ റെഡിയായി. ഞാൻ കട്ടത് ഓഫാക്കട്ടെ. ഈ ഫോട്ടോ എടുത്തോ. തോരന് റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനൊന്നും മറക്കരുത്. നാളെ കാണാം. അസ്സലാമു അലൈക്കും.